ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. ലാലേട്ടന്റെ തുടരും, ദിലീപിന്റെ പ്രിൻസ് എന്നീ സിനിമകളുടെ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് തുടരും ആ സിനിമയുടെ 2 ആഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് സിനിമയുടെ 15-ാം ദിവസമാണ്, മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നും സിനിമയ്ക്ക് 1 കോടി രൂപയ്ക്ക് മുകളിൽ കേരള പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. പുതിയ സിനിമകളുടെ റിലീസ് ഉണ്ടായിരുന്നിട്ടും ഇന്ന് സിനിമ 1,14,00,000 കേരള പ്രീസെയിൽ ഗ്രോസാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച 1,40,00,000 രൂപയായിരുന്നു സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ്. ഇന്നലത്തേക്കാൾ പ്രീസെയിൽ കളക്ഷൻ എന്ന് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദിലീപ് സിനിമയുടെ റിലീസും ആ സിനിമയുടെ സ്ക്രീൻ കൗണ്ട് ആണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നിട്ടും ലാലേട്ടന്റെ തുടരും ഇന്ന് മികച്ച പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു. തുടർച്ചയായി 15-ാം ദിവസവും കേരളത്തിൽ സിനിമയ്ക്ക് 1 കോടിയിലധികം പ്രീസെയിൽ കളക്ഷൻ കടന്നിരിക്കുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. ഇന്ന് തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ മലയാളം സിനിമ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ഇന്നത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം 27 ലക്ഷമാണ് സിനിമയുടെ കേരള പ്രീസെയിൽ ഗ്രോസ്. വലിയ മോശമല്ലാത്തൊരു പ്രീസെയിലാണ് സിനിമ നേടിയെടുത്ത് തുടങ്ങിയിരിക്കുന്നത്. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ മലയാളം സിനിമകളിൽ ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷനും നേടിയെടുത്തിരിക്കുന്നത് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി തന്നെയാണ്. ഇനി സിനിമയുടെ ഇന്നത്തെ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ആദ്യ ദിവസം ആദ്യ ഷോയ്ക്ക് ശേഷം നല്ല അഭിപ്രായങ്ങൾ തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമായതോടെ ഇപ്പോഴത്തെ മികച്ചൊരു ബുക്കിംഗ് കൂടി നടക്കുന്നു എന്നാണ് നാം കാണുന്നത്. ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 24 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയാണ് ബുക്ക് മൈ ഷോയിൽ കാണിച്ചതെങ്കിൽ ഇപ്പോഴത്തെ ആദ്യ പ്രതികരണങ്ങൾ മികച്ചത് വന്നതിന് ശേഷം മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന കാണിക്കുന്നുണ്ട്. 1500-ൽ പരം ടിക്കറ്റുകൾ കഴിഞ്ഞ മണിക്കൂറിൽ സിനിമയുടേതായിട്ട് വിറ്റഴിച്ചിട്ടുണ്ട്. അപ്പോൾ മികച്ചൊരു ട്രെൻഡിലേക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി പോകുന്നു എന്ന് വേണം ഇപ്പോൾ പറയാനായിട്ട്. കാത്തിരിക്കൂ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്ക്.